കാണാതിരിക്കാം. പക്ഷേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ ടെലിഗ്രാമിൽ ഒരു ബെഡാ സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് പൈസ നഷ്ടമായില്ല. പൈസ ഒരു 1000 രൂപ എനിക്ക് ഇങ്ങോട്ട് അവനെ ഞാൻ പറ്റിച്ചെടുത്തതേ ഉള്ളൂ. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. ഫസ്റ്റിലെ എന്നാന്ന് വെച്ചാൽ ഫസ്റ്റിലെ ഇത് 1000 രൂപയ്ക്ക് വിശ്വാസം ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാക്കി കൂടുതൽ പൈസ അടിച്ചു മാറ്റുക. ചിലതെന്ന് പറഞ്ഞാൽ ഇടുക അപ്പം തന്നെ അടിച്ചു മാറ്റുക. പല ടൈപ്പ് ഉണ്ട് ആൾക്കാർ, സൂക്ഷിക്കുക. സ്കാമിലൊന്നും പെടാതിരിക്കുക. ടെലിഗ്രാമിൽ നമ്മൾ പല ഗ്രൂപ്പിലും ചേരാൻ നേരത്ത്, അല്ലെ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കയറാൻ നേരത്ത് പല ഗ്രൂപ്പിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പിൽ അവർ നമുക്ക് 3000 ഇട്ട 10000 കിട്ടും, 10000 ഇട്ട 5000 കിട്ടും, 5000 ഇട്ട 15000 കിട്ടും എന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷേ അത് പക്ക സ്കാമാണ്. അത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അത് കണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കാതിരിക്കുക. കാര്യം ഞാനത് കണ്ട് മെസ്സേജ് അയച്ചു. പക്ഷേ ഞാൻ കൃത്യസമയത്ത് ദുൽഖർ പറയുന്ന പോലെ ചൂതാട്ടം എവിടെ നിർത്തുന്നത് എന്നതിലാണ് കാര്യം. അത് ഞാൻ കൃത്യം നിർത്തിയുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ എനിക്കൊരു 1000 രൂപ ലാഭമുണ്ട്. ഇത് കേട്ട് നിങ്ങൾ വീണ്ടും പോയി ചെയ്യാൻ നിൽക്കരുത്. ചെയ്താൽ അത് വലിയ പ്രശ്നമാകും. ഫസ്റ്റിലെ ഇത്രയേ ഉള്ളൂ ഇൻഫർമേഷൻ. കാര്യങ്ങൾ ഏത് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്തൊരു ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്, അവിടുന്ന് ഉടനെ ലെഫ്റ്റ് അടിച്ച് പോവുക. അതിൽ നിന്ന് തിരഞ്ഞ് അല്ലെങ്കിൽ 10000 കിട്ടുമല്ലോ 1000 കിട്ടുമല്ലോ എന്ന് പറഞ്ഞുള്ള പൈസ എടുത്ത് അതിലോട്ട് ഇടാതിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ചെയ്ത കാര്യം ഞാനത് രണ്ടാമത്തെ വീഡിയോയിൽ ഇടാം. കാര്യം ഇത് വലിയ ലോങ് ആയി പോയി കഴിഞ്ഞാൽ സർക്കാർ ടെലിഗ്രാം നിരോധിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, മറ്റുള്ളവരെല്ലാം ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരുണ്ട്. അവർക്കും ഓട്ടോമാറ്റിക്കലി അവർ ചേർന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ആഡായി വരും. അത് നമ്മൾ ചെറുതായി ജസ്റ്റ് ഒരു ജോയിൻ കൊടുക്കുമായിരിക്കും. നമ്മൾ ഓർക്കുമ്പോൾ സിനിമയുടെ ഗ്രൂപ്പിലേക്കായിരിക്കും പക്ഷേ പക്ഷേ അങ്ങോട്ടല്ല അത് പോകുന്നത് നേരെ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലേക്കായിരിക്കും. അവിടെ ചെന്ന് ഇത് മെസ്സേജ് കാണുമ്പോൾ ശരിയാണല്ലോ, ആരോഗ്യം ഇത് പൈസ അയച്ചിരിക്കുന്നത് കാണുമ്പോൾ അത് മൊത്തം എഡിറ്റിംഗ് ആണ്. കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെറുപ്പക്കാർ വിശ്വസിക്കത്തില്ല. പക്ഷേ പ്രായമായവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ അത് വിശ്വസിച്ച് ചെയ്തു പോകും. അപ്പം ആരും അങ്ങനെ പെടാതിരിക്കുക. എങ്ങനെ ഇത് ആൾക്കാരിലേക്ക് പ്രസൻറ്റ് ചെയ്യണം എന്ന് ഞാൻ ബാക്കി ആലോചിച്ചിട്ട് ചെയ്യാം. എന്ത് വന്നാലും ദയവ് ചെയ്ത് ആരും പൈസ ഇട്ട് 20 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കരുത് കേട്ടല്ലോ. അങ്ങനെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ കയറി കാണും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണുമല്ലോ. നിങ്ങൾ ടെലിഗ്രാം എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓരോ ഗ്രൂപ്പിലേക്ക് ചെല്ലും. അതിൽ കാണുന്നതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഇപ്പം എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ 1000 ഇട്ട് എനിക്ക് അവൻ ഇങ്ങോട്ട് പൈസ തന്നപ്പോൾ ഞാൻ അവിടെ ക്ലോസ് ചെയ്തു, ഞാൻ നിർത്തി. പിന്നെ അവൻ മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ വേണ്ട, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് 1000 രൂപ കിട്ടില്ല, അത് മതി എന്ന് പറഞ്ഞ് ഞാനത് വിട്ട്. അതുപോലെയല്ല ചിലർ അത് വിശ്വസിച്ച് ഇങ്ങോട്ട് പൈസ കിട്ടുമ്പോൾ അങ്ങോട്ട് കയറി കൊടുക്കും. വീണ്ടും എൻ്റെ കയ്യിലുണ്ട്, ഇനി പൈസ തരുമോ, ഞാൻ അങ്ങോട്ട് ഇട്ടാൽ ഇത്ര കിട്ടുമോ എന്ന് ചോദിക്കും. അവൻ പറയും തരാമെന്ന് പറയും. പക്ഷേ അവൻ മേടിച്ചുകൊണ്ട് അവൻ്റെ പാർട്ടിയിൽ പോകും. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം എത്ര പേര് പറ്റിക്കപ്പെടുന്നുണ്ടായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഈ നിമിഷം ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് അതിൽ പെട്ടിരിക്കുന്നവരുണ്ടെന്നറിയാമോ? കേരളത്തിലുണ്ട്, ഈ ആലപ്പുഴയിലുണ്ട്, ഈ കൈനയിലുണ്ട്. അവരൊന്നും ഇനി അതിൽ പെടരുത്. മാക്സിമം ആൾക്കാരിലേക്ക് ഇതൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. എനിക്കതേ പറയാനുള്ളൂ. നോക്കിയും കണ്ടൊക്കെ ചെയ്യുക കാര്യങ്ങൾ. ദയവ് ചെയ്ത് ആരും അതിൽ പെടരുത്. എന്നെക്കൊണ്ട് ഒരാളെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.